ഹോർമുസ് കടലിൽ നിന്ന് അമേരിക്കയുടെ എണ്ണ മോഷണം, കയ്യോടെ പിടികൂടി സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വന്നതോടുകൂടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത് സമ്മതിക്കുകയും ചെയ്തു. തങ്ങൾ രാത്രിയിൽ വെളിച്ചമില്ലാത്ത സമയത്ത് ദശലക്ഷക്കണക്കിന് ബാരൽ എണ്ണ ഹോർമുസ് കടലിൻ്റെയും കടൽ തീരത്തോടും ചേർന്നുകൊണ്ട് മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എടുത്തിട്ടുണ്ട് എന്ന് അവർ സമ്മതിച്ചു. അപ്പോൾ മോഷ്ടിക്കപ്പെട്ട ഒരു വസ്തു അല്ലെങ്കിൽ എടുക്കപ്പെട്ട ഒരു വസ്തു വിൽപ്പന നടത്തുകയാണ് പിന്നെ രണ്ടാം ഘട്ടത്തിൽ ചെയ്യുക. അപ്പോൾ വിൽപ്പന നടത്തിയിട്ട് പണം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ യുദ്ധത്തിനിടയിൽ ഇപ്പോൾ പുട്ടുകച്ചവടം നടക്കുന്നുണ്ട് എന്ന് ചുരുക്കം. സാധാരണഗതിയിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സൈനികരുടെ ക്രൂരമായിരിക്കുന്ന പ്രവൃത്തികൾ, വെടിവെച്ച് കൊല്ലൽ, ബലാത്കാരം ചെയ്യൽ, തട്ടിക്കൊണ്ടുപോകൽ, ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ ആണ് സാധാരണ നടക്കാറുള്ളത്. എന്നാൽ അമേരിക്കയെ പോലെയുള്ള സൂപ്പർ രാജ്യത്തിൻ്റെ ഒരു പ്രസിഡന്റ് തങ്ങൾ മോശം നടത്തിയിട്ടുണ്ട് എന്ന് സമ്മതിക്കേണ്ട നാണംകെട്ട ഗതികേടിലേക്ക് ആ രാജ്യം പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. ഇപ്പോൾ അമേരിക്കൻ കോൺഗ്രസ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സത്യം പുറത്ത് വിടണം എന്ന് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. അതേക്കുറിച്ച് വിശദീകരണം വേണം. കാര്യമെന്ന് പറഞ്ഞാൽ വലിയ നാണക്കേടുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്തത്, ഉചിതമായിരിക്കുന്ന ഒരു പ്രവൃത്തിയല്ല എന്നാണ് അവരുടെ അഭിപ്രായം. അപ്പോൾ എന്തിനാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്ന ചോദ്യത്തിന് സാമ്പത്തികപരമായി ഞെരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇറാൻ്റെ കൈവശത്തിൽ ശേഖരിക്കപ്പെട്ടത് പോലും എടുക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അതായത് ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഹോർമുസ് കടലിനോട് ചേർന്നിട്ട് ഏറെക്കുറെ ഏകദേശം 100ഓളം ചെറിയ ചെറിയ ദ്വീപുകളുണ്ട്. ആൾതാമസമുള്ളതും ആൾതാമസമില്ലാത്തതും, സൈനികർ മാത്രമുള്ളതും, എണ്ണയ്ക്ക് മാത്രം ശേഖരിക്കപ്പെട്ട ഏരിയകളും എണ്ണ സൂക്ഷിക്കപ്പെട്ട ഏരിയകളും, അങ്ങനെ വ്യത്യസ്ത തരത്തിലാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ദ്വീപുകൾ. ഈ ദ്വീപുകൾ, ഒറ്റപ്പെട്ട ദ്വീപുകളൊക്കെ അമേരിക്ക ആക്രമിക്കുക അല്ലെങ്കിൽ കീഴടക്കുക, എന്നിട്ട് അവിടെ എണ്ണ വലിച്ചെടുക്കുക, ഈ പ്രവൃത്തിയാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്ന് ചുരുക്കം. ഈ കാര്യമാണ് ഇപ്പോൾ സാറ്റലൈറ്റ് ചിത്രങ്ങളോടുകൂടി, അതായത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇറാൻ ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ അവർക്ക് സാധിക്കുന്നതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണം അവരുടെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ കൃത്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ ലക്ഷ്യസ്ഥാനം കൃത്യത വരുത്തിക്കൊണ്ടാണ് ആക്രമണം നടക്കുന്നത്. ഒരു ആക്രമണം പോലും ഇറാൻ്റെത് പിഴച്ചു പോയിട്ടില്ല. ആയിരക്കണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഈ ഗൾഫ് മേഖലയിലേക്കും ഇസ്രായേലിലേക്കും അമേരിക്ക ഇറാൻ തൊടുത്തു വിട്ടിട്ടുണ്ട്. ഒന്നുപോലും പേച്ചിട്ടില്ല എന്നുള്ള കൃത്യമാണ്. ഞങ്ങൾക്ക് തകർക്കാൻ വേണ്ടി സാധിച്ചു, പൊളിക്കാൻ വേണ്ടി സാധിച്ചു, ലക്ഷ്യം തെറ്റി വീണെന്നൊക്കെ അവർ പറയുന്നു എന്നല്ലാതെ നാശനഷ്ടത്തെക്കുറിച്ച് ഒരു കൃത്യമായിരിക്കുന്ന വിവരണം പുറത്തുവിട്ടാൽ യഥാർത്ഥത്തിൽ ലോകം തന്നെ അമ്പരന്നു പോകും. ആ തരത്തിലുള്ള നാശങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇറാൻ ഒരു ആയുധം നിർമ്മിക്കുന്ന സമയത്ത് തൊട്ട് പിറകെ പിന്നെന്ത് ചെയ്യും? ഉപയോഗിച്ച ആയുധത്തിന് പകരം ഒന്നാണ് ഉപയോഗിച്ചെങ്കിൽ 4 ഉണ്ടാക്കും. ഇരട്ടിയിലധികം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്തത്. കാര്യം അവരുടെ ഏറ്റവും വലിയ ആക്രമവീര്യമുള്ള വസ്തു എന്ന് പറയുന്നത് മിസൈലാണ്. അമേരിക്ക ആക്രമിക്കുന്ന സമയത്ത് യുദ്ധവിമാനത്തിൽ നിന്ന് ബോംബ് എറിയുന്ന പ്രവൃത്തിയാണ് അവർ ചെയ്യാറുള്ളത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധവിമാനം പ്രയോഗിക്കാറില്ല. പകരം അവരെന്ത് ചെയ്യുന്നുണ്ട്? അവർ മിസൈൽ ലക്ഷ്യത്തിലേക്ക് വിടുന്നു. ആ ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കപ്പെടുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ സാമ്പത്തിക രംഗം വലിയ രീതിയിൽ തകർച്ചയിലാണ് അമേരിക്കയുടേത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക രംഗം വലിയ രീതിയിൽ ഉണർവിലാണ്. പലതരത്തിലും അവർക്ക് പണം കിട്ടുന്നുണ്ട്, പല രീതിയിലും. അപ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നില്ല? അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല. അവർ എണ്ണ ഇപ്പോഴും പലതരത്തിൽ കടത്തുന്നുണ്ട് എന്നാണ് അമേരിക്ക വിശ്വസിക്കുന്നത്. അഥവാ കടലിൻ്റെ അടിഭാഗത്തിലൂടെയോ അതല്ലെങ്കിൽ അവരുടെ ഈ ഭൂപ്രദേശത്തിലൂടെയോ രഹസ്യമായിരിക്കുന്ന അറകളുണ്ട് എന്ന് കണക്കാക്കുന്നു. അറകളല്ല, പൈപ്പുകളുണ്ട് എന്നുള്ളത്. അത് തൊട്ടടുത്ത അതിർത്തി രാജ്യത്തിലേക്കോ അതിൻ്റെ അടുത്ത രാജ്യത്തിലേക്കോ നീളുന്ന തരത്തിൽ വളരെ രഹസ്യമായ രീതിയിലാണ് അവർ നിർമ്മിക്കപ്പെട്ടത്. അത് കണ്ടെത്താനും സാധിക്കില്ല. കണ്ടെത്താൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ 2 വർഷമായിട്ട് ബങ്കറുകൾ അന്വേഷിച്ച് നടക്കുകയല്ലേ. ഗസക്കകത്ത് ഇസ്രായേലിന് കണ്ടെത്താൻ സാധിച്ചോ? 250ഓളം ബന്ദികളെ ഈ ബങ്കറിൻ്റെ അകത്താണ് ഒളിപ്പിച്ചു വെച്ചത്. ഇവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം രീതിയിലുള്ള തന്ത്രങ്ങളും ശക്തികളും യുക്തികളും പ്രയോഗിക്കപ്പെട്ടു. ലോകത്താകമാനുള്ള ബുദ്ധി ഞങ്ങളുടെ കൈവശത്തിലാണ് എന്ന് പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരാളെ പോലും രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ല നേർക്ക് നേരെ.
അപ്പോൾ പിന്നെ അവർക്ക് ഒരിക്കലും ഇറാനിൽ സാധിക്കില്ല എന്നുള്ള ഉറപ്പാണല്ലോ. അപ്പോൾ തെരഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഏതായിരുന്നാലും ഇപ്പോൾ അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ നാണക്കേട് എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ഈ പെട്രോളിയം മോഷ്ടിച്ചുകൊണ്ട് അത് വിൽപ്പന നടത്തുന്ന പ്രവൃത്തി ചെയ്തിട്ടുണ്ട് എന്ന് ലോകം കണ്ടെത്തി എന്നൊരു വലിയ നാണക്കേട് ഉണ്ടാക്കിയ കാര്യമാണ്. അപ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. കാര്യം ഇത് പറഞ്ഞു പോയി, അത് പുറത്ത് വന്നു, ചാനലുകാർ റിപ്പോർട്ട് ചെയ്തു, പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അഭിമുഖവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ വലിയ രീതിയിൽ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. വേറെയുള്ളവൻ്റെ ഈ വേറെയുള്ളവൻ്റെ സമ്പത്ത് മോഷ്ടിച്ച് തങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണല്ലോ ഇപ്പോൾ പറയുന്നത്. ഇറാൻ്റെ കൈവശത്തിലുള്ള അവർ ശേഖരിക്കപ്പെട്ട കൂടുതൽ തങ്ങൾ മോഷ്ടിച്ചു കൊണ്ട് അത് വിൽപ്പന നടത്തി പണമുണ്ടാക്കി എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ. ഏതായിരുന്നാലും ഈ ഒരു പ്രതിസന്ധിയിലൂടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ കടന്നു പോകുന്നത്. ലക്ഷ്യത്തിലെത്താൻ സാധിക്കാത്തതിൻ്റെ നിരാശയും പ്രയാസവും യഥാർത്ഥത്തിൽ അയാളുടെ മുഖത്ത് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും. മുൻപത്തെ പോലെ ആവേശത്തിലും കഠിനമായിരിക്കുന്ന വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ടും ഇപ്പോൾ സംസാരിക്കാറില്ല. കാര്യം അതൊന്നും നടക്കാത്ത കേസാണ്. തങ്ങൾ തകർക്കും, ഇല്ലായ്മ ചെയ്യും, അതിൻ്റെ സാംസ്കാരിക നിലയങ്ങൾ പൊളിക്കും, അതിർത്തി ഇല്ലാതാകും, അവിടെ പുതിയ ഭരണ സംവിധാനങ്ങൾ വരും, എന്തൊക്കെയോ പറഞ്ഞ് അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചു എന്നല്ലാതെ ലക്ഷ്യം കാണുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്താൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ല. അതിൻ്റെ കാര്യം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് പഠിക്കുന്ന കാര്യത്തിൽ ട്രംപ് 100% പരാജയപ്പെട്ടു. അപ്പോൾ പരാജയപ്പെടുന്ന സമയത്ത് പിന്നീട് എന്തുണ്ടാവും? മറ്റൊരു ശത്രു രാജ്യം കൃത്യമായ രീതിയിൽ ആക്രമിച്ചുകൊണ്ട് ഇങ്ങോട്ട് തിരിച്ച് പരാജയപ്പെടുത്തും. ആ പരാജയപ്പെടലാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചുരുക്കം. ഏതായിരുന്നാലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചാ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അമേരിക്ക കരാർ ലംഘിക്കുന്നവരാണ്, കളവ് പ്രചരിപ്പിക്കുന്നവരാണ്, മോശം നടത്തുന്നവരാണ്, ചതിക്കുന്നവരാണ്. പിന്നീട് ഈ പരസ്യമായ രീതിയിൽ സമാധാനം പറയും, രഹസ്യമായ രീതിയിൽ യുദ്ധം ചെയ്യും. എല്ലാ മോശത്തരവുമുള്ള ഒരു രാജ്യത്തിൻ്റെ പേരാണ് അമേരിക്ക എന്ന് പറയുന്നത്. ഇത്രയ്ക്ക് തരം താഴ്ന്നു പോയിട്ടുണ്ട്. ഒരു തരത്തിലും വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി പറ്റില്ല. കരാർ വ്യവസ്ഥ ഉണ്ടാക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ലെന്നും കരാർ ലംഘിക്കുന്ന അമേരിക്കക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ലോകം മുന്നോട്ട് വരാത്തിടത്തോളം കാലം ലോകത്ത് സമാധാനവും ശാന്തതയും ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് ഇറാൻ തന്നെയാണ്. അതുകൊണ്ട് അവരുമായിട്ട് ചർച്ചയെക്കുറിച്ച് സംസാരിക്കുക പോലും വേണ്ട, ഞങ്ങളതിന് തയ്യാറല്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഏതായിരുന്നാലും അമേരിക്കയുടെ വലിയ രീതിയിലുള്ള പരാജയം ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി അതിനേക്കാൾ ദാരുണമായിരിക്കുന്ന പരാജയമാണ് വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.